ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇത് ഡിസംബർ 31 ജനുവരി 1 വരെയുള്ള വീഡിയോ ആണ്. എനിക്ക് 31 വർക്ക് ഉണ്ടായിരുന്നു. നൈറ്റ് 7:30 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള സീനാണ്. അത്യാവശ്യം റോട്ടിൽ ആരും തന്നെ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ന്യൂ ഇയർ നിഖിലിൻ്റെ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യണേ. ആഷി ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും നിഖിലും ആഷയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. വണ്ടികളൊക്കെ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ഒരു കണക്കിനാണ് അവിടെ വരെ എത്തിയത് കേട്ടോ. അപ്പോൾ നിഖിൽ താഴെ അപ്പാർട്ട്മെൻറ്റ് താഴെ എന്നെ റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഷി അവിടെ ഓൾറെഡി കുക്കിങ്ങിലാണ്. ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആഷി അവിടെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മേളി വന്നപ്പോഴേക്കും ആഷി നല്ല അടിപൊളി ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഖിലും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ കുക്കിംഗ് അവൻ കഴിക്കണേ, എസ്പെഷ്യലി ബീഫ്. അതിൻ്റെ ഇടയ്ക്ക് ആഷി ഇവിടെ സാലഡിന് വേണ്ടിയുള്ള കറിയുമാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ടപ്പേ എന്ന് പറഞ്ഞ ഒരു ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കി. ശരിക്കും ഞാൻ ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡിൽ അവിടെ ഒരു റൂഫ് ടോപ്പ് ഉണ്ട്. അവിടെ ഇങ്ങനെ സൗണ്ട് കേൾക്കാനായിട്ടപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കാണാം. ഞങ്ങളും കുറച്ച് പടക്കമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ആഷിയും ഒരെണ്ണം പോലും പൊട്ടിച്ചില്ല. നിഖിലാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഒരു കൂട്ടം ജർമ്മൻ സ്റ്റുഡൻസിൻ്റെ നടുക്ക് നിന്നാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ശരിക്കും അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവരുടെ അടുത്ത് ക്രാക്കേഴ്സ് ഉണ്ട്, ഫയർ വർക്ക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ചെറിയൊരു പത്ത് ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ. ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഞങ്ങൾ ആരെയും കാണാൻ പറ്റില്ല, കാരണം ഞങ്ങളൊക്കെ മാറി ഓടി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ എടുത്തു വെച്ച ഓർമ്മ കണ്ടപ്പോൾ ഒരു ജർമ്മൻ ഒരു പയ്യൻ എന്നെ കണ്ട് ചിരിക്കുകയാണ്. അവനെ വിട്ടിട്ട് നിങ്ങൾ പോകുന്നല്ലേ എന്ന് വെച്ചിട്ട് അതിൻ്റെയൊക്കെ കൗണ്ട് ഡൗൺ ആയി. നമ്മളെല്ലാവരും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് ഞാൻ കൗണ്ട് ഡൗൺ എടുക്കുകയാണ്. എൻ്റെ കൗണ്ട് ഡൗൺ പറയുന്ന സീൻ എടുത്തതാണ് ആ കണ്ടത്, പക്ഷെ ഫുള്ള് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളും പടക്കം പൊട്ടിച്ചു. നമുക്ക് ആ റൂഫ് ടോപ്പിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ പടക്കം പൊട്ടണ കാണാൻ പറ്റും കേട്ടോ. നല്ല നല്ല ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു ഇത്തവണ ബെർലിനിൽ. അതുപോലെ സാധാരണ നമ്മൾ എല്ലാ വർഷവും ബ്രാൻഡൻബർഗ് ഗേറ്റിലാണ് പോയി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാറ്. ഈ വർഷം അത്ര സേഫ് അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പോകാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ വലിയ കേസസ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. സോ പോകാതിരുന്നത് നന്നായെന്ന് തോന്നി കേട്ടോ. പിന്നെ ആൾക്കാർക്ക് പുറത്തു കൂടെ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇത്തവണ അവിടെ. അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. ഇന്ത്യൻസും അതിനകത്തുണ്ട് കേട്ടോ. എന്നാലും കൂടുതൽ ജർമ്മൻസ് തന്നെയാണ്. പോലീസുകാരുടെ വണ്ടി വരെ കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ. സങ്കടമുണ്ട് കേൾക്കുമ്പോൾ. വോട്ടെവർ അതെല്ലാം കഴിഞ്ഞു. നമ്മൾ നല്ലൊരു ന്യൂ ഇയർ ആഘോഷിച്ചു. അപ്പോൾ ഇയാൾ ഇവിടെ അടുത്തു കൂടെയൊക്കെ ഓടുമ്പോൾ ഞാൻ മാറി നിൽക്കട കാല എന്ന് പറയുവാണ്. എന്ത് ചെയ്യാനാ, അത് ഒറിജിനലായിട്ട് വന്നു പോയത് കേട്ടോ. പുള്ളി വന്ന് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഹാപ്പി ന്യൂ ഇയർ പറയുമായിരുന്നു. നമ്മളുടെ അടുത്തും വന്നു. നിഖിലിന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്യുവാണ്. കാറ്റ് വരുന്നതുകൊണ്ട് മൂടിയൊക്കെ നിൽക്കുവാണ്. അങ്ങനെ അവർ ചെയ്യുവാണ്. ഞങ്ങൾ പിന്നെ സൈഡിൽ മാറി നിന്ന് ഇതൊക്കെ കണ്ട് രസിച്ചു. വേറെ ഒന്നും ചെയ്തില്ല. കണ്ട, നിഖിൽ ഓരോന്ന് കൊളുത്താൻ നിൽക്കും, അവർ വന്ന് ഹെൽപ്പ് ചെയ്യും. നിഖിൽ കൊളുത്താൻ നിൽക്കും, അവർ വന്ന് ഹെൽപ്പ് ചെയ്യും. ഞാനും ആഷിയും അയിലത്തുണ്ടായില്ല, കണ്ടം എവിടെ ഉണ്ട് അതുവഴി ഓടാൻ നിൽക്കുമായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ നൈസായിട്ട് റൂമിൽ പോയി സ്പീക്കർ എടുത്തുകൊണ്ട് വന്നു. സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ടു. പിള്ളേർ നല്ലപോലെ എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചു. നമ്മളും സൈഡിൽ ഡാൻസൊക്കെ കളിച്ചു. ഇടയ്ക്ക് ഈ ഫയർ വർക്ക്സ് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു, തീരുന്നുണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് തണുത്തപ്പോഴേക്കും നിഖിൽ എനിക്ക് തന്ന ഗ്ലൗസാണ് കാണുന്നത്. എനിക്കത് ബോക്സിങ് ഗ്ലൗസ് പോലെ തോന്നിയത്. ഞങ്ങളും കുറേ ഡാൻസൊക്കെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചു, എൻജോയ് ചെയ്തു. ആ പിള്ളേർ നല്ല വൈബായിരുന്നു കേട്ടോ. നമുക്ക് ആർക്കും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ലെങ്കിലും അവർ സൂപ്പർ വൈബായിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല, അത് പറയാണ്ടിരിക്കാൻ വയ്യ. സ്ട്രേഞ്ചേഴ്സ് ഇത്രയും നല്ല ഫ്രണ്ട്സ് ആകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അടിപൊളിയായിരുന്നു. എൻ്റെ ഗ്ലൗസ് എങ്ങനെയുണ്ട്? എന്നെക്കാളും വലിയ ഗ്ലൗസ് അല്ലേ. മൊത്തം വീഡിയോ ഓൾമോസ്റ്റ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡാൻസൊന്നും കളിക്കാൻ പറ്റിയില്ല. പിന്നെ എപ്പോഴോ കുറച്ച് കൈയൊക്കെ ഒന്ന് ശമനം കിട്ടിയപ്പോൾ ഞാനും നിഖിലും കൂടെ ഒന്ന് സൈഡിൽ പോയി ഒന്ന് ഡാൻസൊക്കെ കളിച്ചു. നിഖിലും ഡാൻസ് കളിക്കുന്നുണ്ടായില്ല. നിഖിലും അവിടെ പാട്ട് വെച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആഷി നിഖിലും കൂടെ ഫയർ വർക്കിലാണ്. പിന്നെ ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. മിക്കവാറും അത് തന്നെ ആയിരിക്കും എൻ്റെ തംബ്നെയിലും ഉണ്ടാവുക. അപ്പോൾ ഞാനും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് മലയാളം സോങ് ഒന്ന് വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഒരു മലയാളം സോങ്ങിലൊന്ന് ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അവരൊക്കെ ബൈ പറഞ്ഞ് പിന്നെ തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് ഞാർക്ക് വിളമ്പിയൊക്കെ കൊടുത്ത് നമ്മൾ കഴിച്ചു. ഞാൻ ദമ്മ് വിളിക്കണതിൻ്റെ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ, കഴിക്കണമെന്നും എടുത്തില്ല. അങ്ങനെ ഏകദേശം ഒരു 3:30 ആയപ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നൈസായിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്തുള്ള ഗൈസ്, ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.